കടലിൽ ആർത്തലയ്ക്കുന്ന തിരമാലകൾ. കരയിലെ മനുഷ്യരിലും ആധിയുടെ തിരമാലകളാണ്. നിർത്താതെ പെയ്യുന്ന മഴയിൽ നനഞ്ഞൊലിക്കുന്ന ജീവിതങ്ങൾ. ഒറ്റക്കുടക്കീഴിൽ ജീവിതം അണച്ചുകൂട്ടിപ്പിടിക്കുന്നവർ. പാതി വഴിയിൽ പറഞ്ഞു നിർത്തി തിരക്കിട്ട് പോകുന്ന കൈനോട്ടക്കാരൻ. ഉപ്പിലിട്ട പഴങ്ങളെല്ലാം കുപ്പിയിൽ തന്നെയുണ്ട്. കനത്ത മഴയിൽ കച്ചവടം നടക്കില്ല. കടയടച്ച് പോവുകയാണ് കച്ചവടക്കാർ. പൂട്ടി പോവാണോ? എന്താണ് സ്ഥിതി? കട പൂട്ടാണ്. തീരെ കച്ചവടമൊന്നുമില്ല. മഴയെ കൊണ്ടേ തീരെ കച്ചവടം കിട്ടില്ല. എത്ര ഉറുപ്പ്യൻ്റെ സാധനമാണ് നഷ്ടം വരാം? ഒരുപാട് ഉറുപ്പ്യൻ്റെ സാധനം നഷ്ടം വരും. 102 കച്ചവടക്കാരുണ്ട് ഈ ബീച്ചിൽ. അപ്പോൾ എല്ലാവരും ഈ ഇതുള്ളൊരു മാർഗം വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഓരോ കൂടെ നിൽക്കുന്ന ഇന്ത്യക്കാരുണ്ടല്ലോ, ഓരോ മാർഗം തന്നെ ഉള്ളൂ. എവിടെയൊരു സഹായം കിട്ടില്ല. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കച്ചവടക്കാരനെ നിർത്തിയിട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക എന്നല്ലാതെ പുറത്തുനിന്ന് കോർപ്പറേഷൻ്റെ നിന്നോ അല്ലാതെ വേറെ നിന്നോ ഒരു സഹായം ഇന്നേ വരെ കിട്ടിയിട്ടില്ല. പിന്നെ മഴയും കാറ്റൊക്കെ ആയി കഴിഞ്ഞാൽ പൊതുവെ ആൾ കുറയും. പിന്നെ അടിച്ചു പിടിച്ച് മഴ ഇവിടെ ആരും ഉണ്ടാവില്ല, നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. പിന്നെ അന്നേരം ലീവാക്കല്ലാണ്ട് ഇഷ്ടമില്ല. മഴ സുന്ദരമാണ്, കാൽപ്പനികമാണ്. പക്ഷേ മഴക്കാലത്ത് ജീവിതം പ്രതിസന്ധിയിലായി സ്തംഭിച്ചു നിൽക്കുന്ന മനുഷ്യരുണ്ട്. ഷിജിൻ നരിപ്പറ്റക്കൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.